DMKയുടെ സഖ്യകക്ഷിയാകാനുള്ള PV അൻവറിന്റെ നീക്കത്തിന് വൻ തിരിച്ചടി. അൻവറിനെ പാർട്ടിയിലെടുക്കില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ. സഖ്യകക്ഷികളിൽ നിന്നും വിമതരായി എത്തുന്നവരോട് താൽപ്പര്യമില്ലെന്നും ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇളങ്കോവൻ പ്രതികരിച്ചു. CPIM-നെ വെല്ലുവിളിച്ച് ഇടതുപക്ഷത്തു നിന്നും പുറത്തുപോയ PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് DMKയുടെ നിലപാട്. ഒരേ പേരിൽ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയുടെ ഭാഗമാകാൻ നീക്കം ആരംഭിച്ച അൻവറിനെ പൂർണ്ണമായും തള്ളുകയാണ് DMK നേതൃത്വം. PV അൻവറിനോട് താല്പര്യമില്ലെന്നും സഖ്യകക്ഷികളുടെ വിമതന്മാരെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും DMK വക്താവും മുൻ രാജ്യസഭാംഗവുമായ TKS ഇളങ്കോവൻ വ്യക്തമാക്കി. കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയതലത്തിലും CPIM സഖ്യകക്ഷിയാണ്. അത്തരം ഒരു പാർട്ടിയുടെ വിമതനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സഖ്യപ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവെന്ന PV അൻവറിന്റെ അവകാശവാദത്തെയും DMK തള്ളി. അൻവറുമായി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചിട്ടില്ലെന്നും ഇളങ്കോവൻ പ്രതികരിച്ചു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു അസോസിയേഷൻ മാത്രമാണെന്നും DMK എന്ന ചുരുക്കെഴുത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടേത് മാത്രമാണെന്നും ഇളങ്കോവൻ വ്യക്തമാക്കി. സഖ്യകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നുവെന്ന് DMK കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി AR മുരുകേശൻ വെളിപ്പെടുത്തി. PV അൻവറുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും രാഷ്ട്രീയം ചർച്ചയായില്ലെന്ന് DMK NRI വിഭാഗം സെക്രട്ടറിയും രാജ്യസഭാ MPയുമായ പുതുകൈ അബ്ദുള്ളയും പ്രതികരിച്ചു. അൻവറും താനും ദീർഘകാല സുഹൃത്തുക്കളാണെന്നും സൗഹൃദ സംഭാഷണം മാത്രമാണ് ഉണ്ടായെന്നും അൻവറിനെ പൂർണ്ണമായും തള്ളി പുതുകൈ വ്യക്തമാക്കി. DMK കൈവിട്ടതോടെ NDAയിലെ സഖ്യകക്ഷിയായ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിയുമായി സഖ്യം ചേരാൻ അൻവർ ശ്രമം നടത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൈരളി ന്യൂസ്, ദില്ലി.